പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കോട്ടിട്ട് വാദിച്ചു എന്ന് പറഞ്ഞ് SIR-നൊന്നും സംഭവിക്കില്ല. എന്താണ് മമതയ്ക്ക് SIR-നോട് ഇത്രയും വെറുപ്പ്? SIR-നെ എതിർക്കാൻ മമത കോട്ടണിയുന്നു എന്ന വാർത്തകൾ അതിരാവിലെ മുതൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിന് സുപ്രീം കോടതിയിൽ അതിനെതിരെ വാദിക്കാനായി മമത എത്തിയെന്ന വാർത്തകൾ പുറത്തു വരുന്നു. രാജ്യത്ത് നുഴഞ്ഞു കയറുന്നവരെ പൊതിയുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് രാജ്യസുരക്ഷയുടെ ഭാഗമാകുക എന്ന ചോദ്യങ്ങൾ വരികയാണ്. SIR നടപടിക്രമങ്ങൾക്കിടെ ഏകദേശം 140 പേർ മരിച്ചതായും ഇത് ജനങ്ങൾക്ക് സമ്മാനിച്ചത് വലിയ ദുരിതമാണ് എന്നും മമത ആരോപിക്കുന്നു. മതിയായ പരിശീലനമോ വൈദഗ്ധ്യമോ ഇല്ലാത്ത 8100 മൈക്രോ ഒബ്സർവർമാരെ ഏകപക്ഷീയമായി വിന്യസിച്ചതിനെ മമത ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് മമതാ ബാനർജി പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിലെത്തി കേസ് വാദിക്കാൻ അനുമതി തേടിയത് അപൂർവമായ സംഭവമാണ്. അഭിഭാഷക കൂടിയാണ് മമത. കേസിൽ നേരിട്ട് ഹാജരാകാനും വാദിക്കാനും അവർ കോടതിയോട് അനുമതി തേടിയിരുന്നു. സമഗ്ര വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി വാദിക്കാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തയ്യാറാകുന്നത് പല രീതിയിലുള്ള വിമർശനത്തിന് കാരണമാവുകയാണ്. ബുധനാഴ്ച മമത സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ബംഗാളിലെ SIR-ൽ വലിയ ക്രമക്കേട് ആരോപിച്ച് സമർപ്പിച്ച പെറ്റീഷൻ ഇൻ പേഴ്സൺ ഹർജിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസമായിരുന്നു SIR-ൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മമതാ ബാനർജി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. നേരിട്ട് ഹാജരാകാനും വാദിക്കാനും കോടതിയോട് മമത അനുമതി തേടിയത്. കോടതി അനുമതി ലഭിച്ചു. സുപ്രീം കോടതിയിൽ സ്വന്തം കേസ് വ്യക്തിപരമായി വാദിച്ച ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയാവുകയാണ് മമത. പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടിക പുനരവലോകന പ്രക്രിയ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിലവിലുള്ള 2025 വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടതാണ് മമതയുടെ ഹർജി. SIR പ്രക്രിയക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഇതിനകം സമർപ്പിച്ച നിരവധി ഹർജികൾക്കിടയിലാണ് മമതയുടെ ഹർജിയും പരിഗണിച്ചത്. 2025 ജൂൺ 24-നും 2025 ഒക്ടോബർ 27-നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച SIR-മായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും റദ്ദാക്കണം എന്നാണ് മമത ഹർജിയിൽ ആവശ്യപ്പെട്ടത്. 2025 ഇലക്ട്രൽ റോൾ മാറ്റമില്ലാതെ ഉപയോഗിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ആവശ്യവും മമത ഉന്നയിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മമത നിയമബിരുദധാരിയാണ്. 1970-ൽ സ്ഥാപിതമായ കൊൽക്കത്തയിലെ ജോഗേഷ് ചന്ദ്ര ചൗധരി കോളേജ് ഓഫ് ലോയിൽ നിന്നാണ് മമത നിയമപഠനം പൂർത്തിയാക്കിയത്. 2003 വരെ അവർ കോടതിയിൽ പ്രാക്ടീസും ചെയ്തിരുന്നു. SIR നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ ബംഗാളിൽ പുരോഗമിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കോടതിയെ അറിയിക്കുകയാണ് മമതയുടെ പ്രധാന ഉദ്ദേശം എന്നാണ് വിലയിരുത്തൽ. SIR നടപ്പിലാക്കാൻ കമ്മീഷൻ പുറപ്പെടുവിച്ച വിവിധ ഉത്തരവുകൾ റദ്ദാക്കണമെന്നും മമത ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ നടക്കുന്നത് എന്നാണ് ഹർജിയിൽ മമത ആരോപിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് തൃണമൂൽ അനുകൂലികളെ ദലിത്, ആദിവാസി, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ പേരുകൾ വ്യാപകമായി നീക്കം ചെയ്യുന്നു എന്നാണ് മമതയുടെ പ്രധാന പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ താൽപര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഇത്തരത്തിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നും മമത ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് കർമാനസ്.